ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എണ്ണയിലൊന്നും പൊരിക്കാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഡോ റെഡിയാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1.5 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ലൈറ്റ് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിൽ 1.5 കപ്പാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് 250 ml കപ്പാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക, വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. ആദ്യം തന്നെ മൊത്തമായിട്ട് ഒഴിക്കാണ്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ബാക്കി 1/2 കപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് കുബൂസിൻ്റെ ഒക്കെ ആ ഒരു ഡോ ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാൻ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് 1 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗളിൽ ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ഇത് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓയിൽ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ 1/4 കപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് ഗ്രീനും യെല്ലോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. അതും ഞാൻ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതും 1/4 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സവാള, അതും ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുക്കുംബർ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ, ഒരുപാട് ഉപ്പിട്ട് കൊടുക്കല്ലോ, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒറിഗാനോ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മയോനൈസാണ്. അപ്പോൾ ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ മയോനൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ സോസാണ്. അത് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം.
അപ്പോൾ ഇവിടെ ഇതാ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ തന്നെ പരത്തി എടുക്കുക. ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് ആദ്യം വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ പാടെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. കുറേ ടൈം കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്കിത് പൊങ്ങിക്കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ആദ്യം ഇട്ട പാടെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് രണ്ട് ഭാഗവും നന്നായിട്ട് പൊങ്ങി വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇത് ചുട്ടെടുക്കണം കേട്ടോ. കാരണം ഇത് പൊങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. അതുകൊണ്ട് ഇതെന്ന് വെച്ചാൽ അധികം തിന്നായിട്ടും തിക്കായിട്ടും ഇത് പരത്തിയെടുക്കാനും പാടില്ല. ഈ ഒരു സൈസിൽ തന്നെ നിങ്ങൾ പരത്തിയിട്ട് എടുക്കട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മയോനൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലെച്ചൂസ് വെച്ച് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇത് വെച്ചപ്പോഴാണ്. അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ട് ബാക്കി ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മയോനൈസും കെച്ചപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെർവിങ് ഡിഷിലോട്ട് വെച്ച് കൊടുക്കാം. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു സൈസിൽ കിട്ടിയിട്ടുള്ളത് 23 പീസാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പരത്തുന്നതിനനുസരിച്ചിട്ടുള്ള സൈസ് പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന ഈ ഒരു സ്നാക്സിൻ്റെ എണ്ണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്